ഏൽപ്പിച്ചു കൊടുക്കുക. ആ മറിയത്തിൻ്റെ സമർപ്പണം എത്രയോ ആഴമേറിയതല്ലേ. ഞങ്ങൾ ഇന്നും രാവിലെ അതിനെപ്പറ്റി ചിന്തിച്ചു. ജോസഫ് മറിയത്തെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പ്ലാൻ ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അതറിഞ്ഞു. അത് രാത്രി ദർശനത്തിൽ ഗബ്രിയേൽ ദൂതൻ ജോസഫിൻ്റെ അടുക്കൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ജോസഫെ, അവർ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ അതുവരെയുള്ള തൻ്റെ പ്ലാനുകൾ, അതുപോലെ മറിയത്തെ ഉപേക്ഷിക്കുവാനായി തൻ്റെതായ പദ്ധതികളെ അത് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ മറിയത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ സമർപ്പണം അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ്റെ ഒരൊറ്റ ഇടപെടലിനായി സംഭവിക്കാനിടയായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സഹോദരങ്ങളോട് സൺഡേ സ്കൂളിൽ എടുത്തപ്പോൾ ഞാൻ പറയുകയായിരുന്നു, നമ്മൾ വളരെ ഈസി ആയിട്ട് ഞായറാഴ്ചകളൊക്കെ വെള്ളിയാഴ്ചകളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് കൈയടിച്ച് പാട്ടുപാടി എന്തെങ്കിലുമൊക്കെ വചനങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ട് പോകാനായിട്ട് മനസ്സ് വയ്ക്കാതെ ദൈവവുമായി അഭേദ്യമായൊരു ബന്ധം, വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഈ സഹോദരങ്ങളെ ഓർപ്പിച്ച ഒരു കാര്യം, അവർക്ക് അവരുടെ ഭാവിപരമായി അവരൊരു വിഷയം തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഈ മുമ്പിലേക്ക് നീ പഠിക്കേണ്ട വിഷയങ്ങൾ, ഇനി ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, ദൈവം അവരോട് വ്യക്തിപരമായി ആലോചന പറയുന്ന ഒരു തലത്തിലേക്ക്, ആത്മീകമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയിലേക്ക് കടന്നു വരണം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം തള്ളിക്കളയത്തില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാൻ സ്വപ്നത്തിൽ കൂടിയാണെങ്കിലും, ദൈവമേ, നാളെയുടെ നിലകളിൽ എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കും, എൻ്റെ ജീവിതത്തിനകത്ത് എപ്രകാരം വഴിത്തിരിവുകൾ ഉണ്ടാകും എന്ന ദൈവത്തോട് നിരന്തരം ചോദിക്കുകയും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് മുമ്പിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ജീവിതം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ ദൈവം ധന്യകരമാക്കും. അതിനകത്ത് കഷ്ടതകൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, ഒറ്റപ്പെടലുകളും നിന്ദകളും മറിയ അനുഭവിച്ചതുപോലെ ഒത്തിരി വേദനകൾ കടന്നു വരാം. പക്ഷേ ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഒരു വളരെ വ്യക്തമേറിയ ഒരു ബോധ്യം ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ അവരെ ഭരിച്ചുകൊണ്ടിരിക്കും. കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും എല്ലാവരും തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ആ ദൈവം തരുന്ന ഉറപ്പ് അവരെ നാളെയുടെ നീളങ്ങളിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുക്കുന്നവരായി തീരട്ടെ. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നവരാകട്ടെ. ഈ ലോകത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ഒന്നും സമ്പാദിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നല്ലൊരു വീട് പണിയാൻ കഴിഞ്ഞില്ലെങ്കിലും, അതൊന്നും ഒരു ആത്മിക മനുഷ്യനെ ഭാരപ്പെടുത്തത്തില്ല. മറിച്ച് ആത്മികരായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ പ്രയാസം വരുന്നത് അവരെ ദൈവ വിഷയമായി സമ്പന്നരാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാകട്ടെ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വായിച്ച സദൃശ്യവാക്യങ്ങളിൽ നിന്ന്, സുഭാഷിതങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗത ദൈവത്തെ ഗ്രഹിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. സുഭാഷിതങ്ങൾ 13-ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് വായിച്ചു. വിവേകിയായ മകൻ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുന്നു, പരിഹാസി ശാസന അവഗണിക്കുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാതാപിതാക്കന്മാർക്കെതിരെ കയർത്ത് സംസാരിക്കുക, മാതാപിതാക്കന്മാരോട് തർക്കുത്തരം പറയുക, അതുപോലെ സഭ്യമല്ലാത്ത ഭാഷ കൂട്ടുകാരിൽ നിന്ന് കേട്ട് അത് വീട്ടിൽ പ്രസന്റ് ചെയ്യുക, അതുപോലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ നാണം കെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കുക, ഇതൊക്കെ ഒരു ദൈവ പൈതലിന് ചേർച്ചയല്ലാത്തവയാണ്. അതുകൊണ്ട് വീട്ടിനകത്ത് മാതാപിതാക്കന്മാരിൽ
അടിത്തറയിട്ട് പണിയപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് മാതാപിതാക്കന്മാർ അവരെ ടീച്ച് ചെയ്യും. നമ്മുടെ വീട്ടിൽ കിടപ്പുമുറിക്കകത്ത് സംസാരിക്കുന്നത് പോലും കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ കടക്കും. അത് ആ കുഞ്ഞുങ്ങളെ നല്ലതിലേക്കോ അല്ലെങ്കിൽ ചീത്തയിലേക്കോ, നല്ലതിലേക്ക് അവരെ പണിതുകൊണ്ടുവരാൻ വളരെ പാടാണ്, വളരെ പ്രയാസകരമാണ്. എന്നാൽ ചീത്തയിലേക്ക് പോകുന്നതാണെങ്കിൽ വളരെ വേഗത സംഭവിക്കും. അതുകൊണ്ട് വീട്ടിനകത്ത് മാതാപിതാക്കന്മാരാണെങ്കിലും സംസാരിക്കുന്ന വാക്കുകൾ അത് വളരെ കൃത്യതയുള്ളതായിരിക്കും. വീട്ടിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതോ തങ്ങളെ തന്നെ ശാപവാക്കുകൾ പറയുന്നതോ ഉചിതമല്ലാത്ത വാക്കുകൾ വീട്ടിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ദൈവ പൈതലിന് ചേർച്ചയല്ല. അത് അവരുടെ ആത്മിക നിലവാരത്തെ വെളിപ്പെടുത്തുകയും അവരെ കൈയടിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പാട്ട് പാടുന്നുണ്ടാകാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം ഫലമില്ലാത്ത ആത്മീകത അത് വെറുതെയാണ്, അത് പൊള്ളയാണ്, അത് പ്രഹസനം മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിനകത്ത് അവരുടെ തനിനിറം വെളിപ്പെടും. സ്വകാര്യമായ റൂമുകളിൽ സ്വകാര്യമായ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്ക്, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തി അവർക്കിഷ്ടം വളരെ നീചമായ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള വ്യക്തി, അതിൽ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമില്ല എന്ന് ആ വ്യക്തിയെ ബോധിപ്പിച്ച് നമ്മുടേതായ സ്റ്റാൻഡേർഡ്, നമ്മുടേതായ ഞാനൊരു ദൈവ പൈതലാണ്, എനിക്ക് യോജിക്കാത്തവ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ജീവിത ശുദ്ധിയെ, നാവിനെ സൂക്ഷിക്കുക, നടപ്പിനെ സൂക്ഷിക്കുക, നോട്ടത്തെ സൂക്ഷിക്കുക, ക്രമീകരണം വരുത്തുക എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒത്തിരി വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഒത്തിരി വിഷയങ്ങൾ, നാണക്കേട് വരുന്നതായ വിഷയങ്ങൾ പോലും യേശു കർത്താവ് ഇടപെട്ടു. പക്ഷേ യേശു കർത്താവിന് നാണക്കേട് വന്നില്ല. അവിടെ പരിഹാസമല്ല അവിടെ വന്നത്, അവിടെ യേശുവിനുള്ള ദിവ്യത്വമാണ് വെളിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. നിങ്ങൾ യേശു കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, ചേർന്ന് ജീവിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നമ്മളിലേക്ക് അശുദ്ധിയല്ല വരിക, നമ്മളിൽ നിന്ന് വിശുദ്ധി അവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. എത്ര പേര് അത് വിശ്വസിക്കുന്ന? കരങ്ങളെ ഉയർത്തി സ്വന്തം ചെയ്യാമോ? ഞങ്ങൾ ഇവിടേക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു വാഹനം ഞങ്ങൾ വിളിച്ചു. വേറൊരു പെന്തിക്കോസുകാരനാണ് അതിനകത്ത് ഇടം നിന്ന ആള് ആത്മികനല്ല, പെന്തിക്കോസുകാരൻ എന്ന പേരേ ഉള്ളൂ. ആള് വെള്ളവും അടിക്കും, ആൾക്കില്ലാത്ത പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആളും ഡ്രൈവറാണ്. അപ്പോൾ ആളുടെ വണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ ആളുടെ വണ്ടി ചോദിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ റിലയൻസ് ജിയോയുടെ ഈ ടവറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് ഇവിടുന്ന് ഒരു ലോഡ് അവിടേക്ക് വരാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അത് കയറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ പകുതി പൈസയ്ക്ക് അതിൻ്റെ കാര്യം നടക്കും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു പൈസ അന്യായമായിട്ട് പോകേണ്ട കാര്യമില്ല. അതിൽ കൃത്യതയോടെ ചെലവിടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് സമീപിച്ചു, ഞാൻ ആ വ്യക്തിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ വ്യക്തി വേറൊരു വ്യക്തിയെ കണക്ട് ചെയ്തു. ആ വ്യക്തിക്കാണ് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്, ഇച്ചിലൂടെ ലോഡ് കയറുന്ന ഇച്ചിലൂടെ വിശാലമായിട്ടുള്ള വാഹനമുള്ളത് ആ വ്യക്തിക്ക്. പക്ഷേ ആ വ്യക്തി ഞങ്ങളന്ന് സാധനമൊക്കെ കയറ്റി പോരുമ്പോൾ ആ പെന്തിക്കോസുകാരനായിരിക്കുന്ന വ്യക്തിയുണ്ടായിരുന്നു. പക്ഷേ ഈ പെന്തിക്കോസുകാരനായിരിക്കുന്ന വ്യക്തി അതിനകത്ത് ഭയങ്കര കളി കളിച്ചു. ഞങ്ങളോടൊരു റേറ്റ് പറഞ്ഞു, ഞങ്ങളോട് 20 രൂപ കിലോമീറ്ററിന് എന്ന് പറഞ്ഞു. ഞങ്ങളത് സമ്മതിച്ചു. പക്ഷേ ഈ വ്യക്തി വണ്ടിയുടെ ഓണറിനോട് 16 രൂപ റേറ്റാണ് പറഞ്ഞത്. 16 രൂപ, 16ആണോ 18ആണോ ഞാൻ ഓർക്കുന്നില്ല, 16ഓ 18ഓ അത്രയും രൂപയൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്ക് പാളിച്ച പറ്റിപ്പോയി. എങ്ങനെയാണെന്നറിയോ, ഈ ഞങ്ങളുടെ സാധനം കയറ്റിക്കൊണ്ട് വരുന്ന വണ്ടി, രണ്ടാമത്തെ ആ വണ്ടിയുടെ ഓണറിൻ്റെ വണ്ടി ഇദ്ദേഹം കൊണ്ടുവരും. ഈ പെന്തിക്കോസുകാരൻ്റെ കൈ കൊടുത്തു വിടും. പെന്തിക്കോസുകാരൻ ഈ പൈസ എല്ലാം ഡീൽ ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിലെല്ലാം പിഴച്ചുപോയി. ആ വണ്ടിയുടെ ഓണർ ആ വണ്ടി
ഞാൻ ഓടിച്ചോളാം, അത് കൈമാറി വണ്ടി ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ അവിടെ പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞ് അവിടെ സെറ്റിൽ ചെയ്യാനും പറ്റിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് കാഷ്വൽ ടോക്ക്, സാധാരണ രീതിയിൽ സംസാരിച്ചൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി ഇഷ്ടം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതിനകത്ത് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ ഞാൻ എൻ്റെതായ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പാസ്റ്ററാണ്. അവിടുന്നേ പറഞ്ഞതാ പാസ്റ്ററാണെന്നറിയാം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി പാസ്റ്റർമാർ, കാരണം ഇദ്ദേഹം കൂടുന്ന വ്യക്തി പെന്തിക്കോസ്തുകാരനാണ്, വർഷിപ്പ് ലീഡർ ആകട്ടോ. അദ്ദേഹം വർഷിപ്പ് ലീഡറും കൂടിയാണ്. ഈ വർഷിപ്പ് ലീഡർ ആയിരിക്കുന്ന വ്യക്തി നല്ലതുപോലെ അടിക്കും. അതുപോലെ സാമ്പത്തിക വിഷയത്തിലേക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ. ഞാനെ കൊണ്ട് വരുമ്പോൾ തന്നെ 2000 രൂപ അഡ്വാൻസ് മേടിച്ചു. പക്ഷേ എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. വണ്ടിയുടെ ഓർഡർ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താ കമ്മീഷനായിട്ട് മേടിച്ചതായിരിക്കും, സാരമില്ല ഇരിക്കട്ടെ. അപ്പോൾ ഈ വ്യക്തി എന്നോട് പറയായിരുന്നു, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയുടെ തലയിൽ ബ്രെയിൻ ചുരുങ്ങുന്ന ഒരു അസുഖമുണ്ട്. ഈ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ. അപ്പം എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങൾ നമുക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ ബ്രെയിൻ ചുരുങ്ങുവാണെങ്കിൽ, തലച്ചോറ് ചുരുങ്ങുവാണെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു ഭയങ്കര ഓർമ്മക്കുറവുണ്ട്, പിന്നെ ഒരു കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ശ്രദ്ധയില്ല. പക്ഷേ ആ വീട്ടിനകത്ത് ഞാൻ ഒത്തിരി അവരെ 10-15 ലക്ഷം രൂപ ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവിട്ടു. ഈ 10-15 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. പക്ഷേ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മുഴുവനും ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവിട്ടു. അപ്പം കേട്ടപാടെ ഞാൻ പറഞ്ഞു അതൊരു രോഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇയാൾ പറഞ്ഞ കാര്യം ഇങ്ങനെ ഈ അമ്മയെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള പൈസയെല്ലാം ചെലവിട്ടു. വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, വണ്ടികളെല്ലാം വിറ്റു, വസ്തു പണയം വെച്ചു, അത് മേടിക്കാൻ പറ്റാത്ത വണ്ണം വസ്തുവും വിറ്റു. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷെ അവസാനം ഇദ്ദേഹം പറയുകയാണ്, ഈ അമ്മയ്ക്ക് എന്നോട് ഒരു കാര്യം സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഈ മകനെ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് പരിഹസിക്കുക, അവരുടെ മുമ്പിൽ വെച്ച് ഇകഴ്ത്തി കാണിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇത് രോഗമല്ല, എനിക്കിത് രോഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിനി എവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചെന്ന് പറഞ്ഞാലും, ഇനി എത്ര ലക്ഷം രൂപ കൊടുത്ത് ചികിത്സിച്ചെന്ന് പറഞ്ഞാലും ഇത് രോഗമല്ല, ഇത് പ്രാർത്ഥിച്ച് മാറ്റേണ്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ എന്നോട് പറയുക, ഒത്തിരി പേര് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അതന്നെ എന്നോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യം അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. ഇവരുടെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു പെന്തുക്കോസുകാരിയായിട്ടുള്ള ഒരു ആൻറ്റി പോയിട്ട് ക്ഷേത്രത്തിൽ പോയി ചെയ്തു വെച്ച ക്രിയയുടെ ഫലമാണ്. നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസം. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല, അങ്ങനെ വരാൻ യാതൊരു വഴിയില്ല. അങ്ങനെ ചെയ്താൽ ദൈവം പോലും ഈ പെന്തുക്കോസുകാരിക്ക് എതിരാണ്. ദൈവം പോലും, ഇത് സഭായോഗമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് പറഞ്ഞേ പറ്റുകയില്ല. ദൈവം പോലും ആ വ്യക്തിക്ക് എതിരാണ്. അപ്പൊ അങ്ങനെ പറയുക, ഈ പെന്തുക്കോസുകാരി ആന്റിയുടെ മോൻ ഈ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ അമ്മയുടെ അനിയത്തിയും ഈ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്ടിൻ്റെ പെന്തുക്കോസുകാരിയും കൂടി ഒരു അമ്പലത്തിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഇത് ആ വീട്ടിൽ സംസാരിച്ചത് ആ മകൻ അച്ഛനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും പേടിക്കണ്ട,
അവർ പറഞ്ഞു, ഇതൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നോക്കിക്കേ, ഞാൻ ഒരു പെന്തിക്കോസ്തുകാരനാണ്, ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരൊറ്റ വ്യക്തിയോടും ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്യില്ല. ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് ഉള്ള സംസാരങ്ങളൊക്കെ, അദ്ദേഹം കുറേ കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതെല്ലാം ക്യാൻസൽ ചെയ്തു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ബ്രദറെ, യേശു കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, അവരും നിങ്ങളെപ്പോലെ വിശ്വാസമുള്ളവരല്ലേ? അവരും നിങ്ങളെപ്പോലെ ഈ യേശുവിൻ്റെ നാമം പറയുന്ന ആൾക്കാരല്ലേ? അവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഉറപ്പ്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരാം. അവർ തെറ്റായ വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരിയാ, അങ്ങനെ അത് പറഞ്ഞ് ശരിയാണെങ്കിൽ, പാസ്റ്റർ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അവർക്ക് അടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കിട്ടും, ഉറപ്പായിട്ടും അടിക്കും. ദൈവം തന്നെ അടിക്കും. ദൈവം തന്നെ അവരെ അടിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ദൈവം നാമത്തെ അശുദ്ധമാക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എവിടെ വിശുദ്ധീകരിക്കപ്പെടണം? ഞാൻ പറഞ്ഞു, ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുള്ളത് കൊണ്ട്, നമുക്കെന്തോ കഴിവുള്ളത് കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കാൻ ഏൽപ്പിച്ചതല്ല. കുഞ്ഞെ, അശുദ്ധമാക്കപ്പെടാനുള്ള 100 കൂട്ടം വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. അങ്ങനെ കടന്നു വരുന്ന വിഷയത്തിനകത്ത് നീ എങ്ങനെ പെരുമാറണം? നീ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ദൈവനാമം എൻ്റെ ജീവിതത്തിൽ മുഴുവനായി വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ സദൃശ്യവാക്യങ്ങളിൽ നിന്ന്, സുഭാഷിതങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വിവേകിയായ മകൻ പിതാവിന്റെ പ്രബോധനം കേൾക്കുന്നു, പരിഹാസി ശാസന അവഗണിക്കുന്നു. അപ്പോ വിവേകം നമ്മൾ എന്ത് സംസാരിക്കണം? ഞാൻ പറഞ്ഞു, ജ്ഞാനം, അറിവ്, പിന്നെ പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണം, വിവേകത്തിലേക്ക് വരുമ്പോൾ എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ വിവേകിയായ മകൻ പിതാവിന്റെ പ്രബോധനം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്ന ടോണ്, അവർ പറയേണ്ടതായ വാക്കുകൾ, അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീകമായിട്ടുള്ള പരിപോഷണം നൽകി തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സദൃശ്യവാക്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ പറയുന്നത്. അല്ലാതെ ഇന്ന വ്യക്തി ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ വ്യക്തിയെ നോക്കി പറയും, അല്ലല്ല. ഇത് മൊത്തത്തിൽ പൊതുവായിട്ടുള്ള അറിവിന് വേണ്ടി ഇത് വിവേകികൾ എന്ത് ചെയ്യും? ഈ പ്രബോധനത്തെ ഏറ്റെടുത്തിട്ട് അവരുടെ ജീവിതത്തിനകത്ത് പരിവർത്തനം വരുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ള ജ്ഞാനത്തെ, നമുക്ക് ആവശ്യമുള്ള അറിവിനെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടേതായ ഐഡന്റിറ്റിയെ വളർത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം നമ്മൾ സകലത്തിലും വളരണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ വളർന്നാൽ പോരാ. നമ്മൾ പെന്തിക്കോസ്തുകാരാ, നല്ല ഡ്രസ്സും ഇട്ട് നമ്മൾ ഞായറാഴ്ച പോകുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഏതൊരു പ്രവൃത്തിയിലും, നമ്മുടെ ഏതൊരു കാര്യത്തിനകത്തും ഞാൻ പെന്തിക്കോസ്തുകാരനാണ്, ഞാൻ പെന്തിക്കോസ്തുകാരിയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി വളർത്തിയെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ തന്റെ വായുടെ ഫലത്താൽ, രണ്ടാമത്തെ വാക്യം പുതിയ വേർഷനകത്തുനിന്ന് വായിക്കാം. വഞ്ചകർ ആഗ്രഹിക്കുന്നത് അക്രമമാണ്. മൂന്നാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം.
നോക്കിയേ, സൂക്ഷ്മത ഏതിനകത്ത്? സംസാരത്തിനകത്ത് സൂക്ഷ്മത. ഒന്നുകൂടെ പറഞ്ഞേ, സംസാരത്തിനകത്ത് സൂക്ഷ്മത. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിന്റെ ടോണ് പോലും വളരെ കൃത്യമായിട്ട് നമ്മൾ സെൻസ് ചെയ്ത് സംസാരിക്കുക. നമ്മൾ പറയുന്ന വാക്കിന്റെ ടോണ് പോലും വളരെ കൃത്യതയോടെ സംസാരിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അവരെ അനുസരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളോടുള്ള സംസാരം, കുഞ്ഞുങ്ങളെ വെറുപ്പിക്കല്ല എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ പല ജീവിത പാഠങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോ സൂക്ഷ്മതയോടെ സംസാരിക്കുക. സൂക്ഷ്മതയോടെ സംസാരിക്കുന്നവൻ സ്വന്തം ജീവൻ രക്ഷിക്കുന്നു. അടുത്തതോ, വിടുവായന് നാശം നേരിടുന്നു. അപ്പൊ നമ്മുടെ സംസാരം അത് വളരെ കൃത്യതയോടെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് സങ്കീർത്തനങ്ങൾ 39:1. സങ്കീർത്തനങ്ങൾ 39:1. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ ജീവിതചര്യകളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടർ അടുത്തുള്ളപ്പോൾ. പഴയ വേർഷനകത്ത് വായിക്കുമ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ, അതൊക്കെയാണ്, ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. അപ്പൊ പുതിയ വേർഷനകത്ത് വരുമ്പോൾ എൻ്റെ ജീവിതചര്യകൾ, അല്ലെ, കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു, ജീവിതചര്യകളെ സൂക്ഷിക്കും. മറ്റേ പഴയ വേർഷനകത്ത് വരുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞും കൂടെ തരണം, അല്ലേ, വഴികളെ സൂക്ഷിക്കും. അപ്പൊ പുതിയ വേർഷനകത്ത് വരുമ്പോൾ എൻ്റെ ജീവിതചര്യകളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. പഴയ വേർഷനകത്ത് ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. പുതിയ വേർഷനകത്തേക്ക് വരുമ്പോൾ ദുഷ്ടൻ അടുത്തുള്ളപ്പോൾ. പഴയ വേർഷൻ എനിക്ക് കുറച്ചുകൂടെ ആ കാര്യത്തിനകത്ത് കുറച്ചുകൂടെ ഇതായിരുന്നു തോന്നി. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ എന്ത് ചെയ്യും? ഞാൻ കടിഞ്ഞാണിട്ട് കാക്കും. ആര് കാക്കും? ദൈവമേ എൻ്റെ നാവിനെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ്? അല്ല, ഞാൻ കാക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ കാക്കും. കാരണം ഇത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്റെ നാവിനെ കൃത്യമുള്ള വാക്കുകൾ പറഞ്ഞ് അതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ആരാണോ, നേരെ മുമ്പിൽ നിൽക്കുന്നത് ദുഷ്ടനായിരിക്കും. നേരെ മുമ്പിൽ നിൽക്കുന്നത് ഒയ്യോ. അപ്പൊ ദുഷ്ടനാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്നോടൊന്ന് പറഞ്ഞേ, നിങ്ങളെ തൊട്ടു മുമ്പിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നത്. നിങ്ങളെ തൊട്ടു മുമ്പിൽ നിങ്ങൾ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക? പറയണ്ട. ആമേൻ. സ്തോത്രം. ആ കരങ്ങളെ കൊണ്ട് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഓർക്കുന്നവരെ കൊണ്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്തേ. സ്തോത്രം. അപ്പോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യം ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് നല്ലൊരു പ്രശ്നമുണ്ട്, സ്ട്രെസ്സുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ഈ ബൈക്കിന്റെ ഉച്ചഭാഷയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് സംസാരിക്കും. ഇപ്പൊ നിങ്ങളതിന്റെ കൂടെ കൂടിപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ. അപ്പൊ ഇടയ്ക്കൊക്കെ ചെറിയ ഫലിതങ്ങളൊക്കെ പറയുന്നെങ്കിലും കാര്യത്തിന്റെ ആ ഗൗരവം വിട്ടുപോകേണ്ട. കാര്യത്തിന്റെ നിങ്ങളെല്ലാം എന്റെ കൂടെ വരണം, നിങ്ങളെല്ലാവരും കേൾക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. സ്തോത്രം. അപ്പോ ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുക. അപ്പോൾ എന്റെ വാക്ക് എന്ത് ചെയ്യും? ഞാൻ കടിഞ്ഞാണിട്ട്. അപ്പൊ ഈ കടിഞ്ഞാണെന്നുള്ള പദം കുതിരയുമായിട്ട് റിലേറ്റ് ചെയ്താണല്ലേ. കുതിരയ്ക്ക് എന്താ സ്പീഡാണ്, അല്ലെ? നിങ്ങൾ കുതിര പുറത്തു കയറി യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാൻ യാത്ര ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കുതിര പുറത്ത് കയറി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ
കുതിര എന്നാ സ്പീഡിൽ പോയാലും ഈ മുകളിലിരിക്കുന്ന ആൾ ഈ കഴിഞ്ഞ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് അവിടേക്ക് നിൽക്കി അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് റിലേറ്റ് ചെയ്ത് അകത്ത് നല്ല ദേഷ്യം അരച്ച് കയറി കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ വിഴുങ്ങും എന്ന് പറഞ്ഞോട്ട് ഇരിക്കുമ്പോഴും സ്തോത്രം അല്ലെ. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് അടുത്തിരിക്കുന്നവരുടെ വായ് അല്ല, എന്റെ വായ് കടിഞ്ഞാടിയിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞവരെ ഒന്ന് കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്തേ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ് അല്ലേ. നമ്മളോടൊക്കെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു സദൃശവാക്യങ്ങൾ 10:19. ഓക്കെ, വാക്കുകളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? വിവേകിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സൂചനയാണ്. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ തരാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് പരീക്ഷ നോക്ക്. നല്ല തെളിഞ്ഞ വെളുത്ത പ്രതലമുള്ള ഒരു വ്യക്തി, ഒരു ഡോട്ട് എന്ന്, ആ ഡോട്ടിനെ കണ്ണടയ്ക്കാതെ അതിനെ കൃത്യതയോടെ എത്ര സമയം നോക്കി നിൽക്കാമെന്നൊന്ന് പരീക്ഷ നോക്കി. അതൊരു എക്സസൈസ്. വെളുത്ത പ്രതലത്തിൽ ഒരു കറുത്ത ഡോട്ട്, വലുതല്ല ചെറുത്, അതിനെ കണ്ണടയ്ക്കാതെ കൃത്യതയോടെ അതിനെ നോക്കിക്കൊണ്ടിരിക്കണം. ചെയ്യുമോ? ഒന്ന് പരീക്ഷ നോക്കി, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കൃത്യതയോടെ കണ്ണടയ്ക്കാതെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ നമ്മുടെ മനസ്സിനകത്ത് എത്ര ചിന്തകൾ വരുമെന്ന് അറിയാം. ഗൂഗിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2000 മുതൽ 4000 വരെ ആ കണക്കാണ്. 2000 ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു മണിക്കൂറിനകത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ വരുമ്പോഴത്തേക്ക് എന്റെ കണക്ക് പോയി. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോരിടും തൻ മാറിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോരിടും തൻ മാറിലെന്നെ ചേർത്തിടും. എന്തും യേശു എന്നും നല്ലവേ, ഇന്നാലേ ഇന്നും എന്നും അന്യനല്ലവൻ യേശു. സന്തോഷത്തോടെ ഇതൊക്കെ പാടുപോടില്ല. യേശു അതല്ല പാടുന്നത്, ആ തുറന്ന് പാടുന്നത് യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലെന്ന് കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ആമേൻ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ 2000-ലധികം ചിന്തകളാണ് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കടന്നു വരുന്നത്. ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇത്രയും ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് വരേണ്ട കാര്യം ഉണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും ഇല്ലാത്ത ചിന്തകളൊക്കെ ഉണർന്ന് നമ്മുടെ അത് ആക്റ്റീവ് ആകുന്നത്. ചിന്തകളുടെ ഗോപുരങ്ങളെല്ലാം ആക്റ്റീവ് ആകുന്നത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും. അപ്പൊ ശ്രദ്ധയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കേണ്ടതിന് പകരം ഈ പല ചിന്തകളുടെയും ചിന്താക്കുഴപ്പങ്ങളെയും ചിന്താഭാരങ്ങളെ എല്ലാത്തിന്റെയും കൂടെ നടുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. അപ്പോ
നമ്മുടെ വാക്കിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ, കൺട്രോൾ ചെയ്തില്ലെങ്കിലുള്ള അപകടം എന്നറിയോ, ഈ പൊട്ടിയ പട്ടമില്ലേ, പൊട്ടിയ പട്ടം, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അത് പിന്നെ നോക്കണ്ട അല്ലേ? അത് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിൽ അത് ഉണക്കി അതിന്റെ പ്രയാണം അവസാനിച്ചു. നമ്മുടെ വാക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി, ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ, നമ്മൾ കൺട്രോളിനകത്തായിരുന്നു. ഇവിടെ ഒന്നും അങ്ങനെ പട്ടം പറത്തൽ, പട്ടത്തിന് വെട്ടുന്ന കളിയൊന്നും ഇവിടെയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പട്ടത്തെ വെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നോ ഉണ്ട്, സംഭവമുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു. ഓക്കെ, പക്ഷേ സംഭവമുണ്ട്. ആ സമയത്ത് ഈ പിള്ളേരെല്ലാം ചട്ടിന് മുകളിൽ, ടെറസിന് മുകളിലുണ്ടായിരുന്നു. ഈ ടെറസിന് മുകളിൽ നിന്നിട്ട് എല്ലാവരുടെ കയ്യിലും പട്ടം ഉണ്ടാവും. എന്നിട്ട് ഇപ്പുറത്തെ ടെറസിന് മുകളിൽ നിൽക്കുന്നവൻ, അപ്പുറത്തെ അങ്ങേറ്റത്തെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നവൻ ഉയർത്തി വീഴുന്ന പട്ടത്തെ കയറി വെട്ടും. അവന്റെ പട്ടം പൊട്ടിക്കും. അപ്പൊ എത്ര പട്ടത്തെ വെട്ടും, എത്ര പട്ടത്തെ പൊട്ടിക്കും, അവൻ വിജയിക്കും. അപ്പൊ ഇങ്ങനൊരു ഇതുണ്ട്. നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുവാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ നമ്മൾ ശീലിക്കുവാണെങ്കിൽ, നമ്മൾ വിജയിക്കാൻ തുടങ്ങുന്നു എന്നൊരു സൈൻ. കുറെ ചിന്തകളെ അഴിച്ചുവിട്ട കാളയെ പോലെ ഒരു ലക്കവുമില്ല, ഒരു കാര്യമില്ലാതെ കണ്ട വഴി കൂടെയൊക്കെ പോവുകയാണെങ്കിൽ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഇതിന് പുറകെത്തി ദേഷ്യത്തിന് ദേഷ്യം, കരച്ചിന് നിലവിളി ഇന്ന് വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം തടയുക. എന്നാൽ കൺട്രോൾ ചെയ്യുന്ന വാക്കുകളെ കൺട്രോൾ ചെയ്യുക, ചിന്തകളെ കൺട്രോൾ ചെയ്യുക. എനിക്ക് ഇഷ്ടമല്ലാത്ത ചിന്തകൾ എന്റെ മനസ്സിനകത്തേക്ക് പിശാച് കൊണ്ടുവന്നിട്ട് അവൻ കൊണ്ട് ഡംപ് ചെയ്യുക. ഡംപ് ചെയ്ത് കണ്ടിട്ടില്ലേ? ഒത്തിരി വേസ്റ്റുകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് കുളഞ്ഞ പൊട്ടിയിടും. വേസ്റ്റുകൾ അതിനകത്ത് പൊട്ടിയതും ചീഞ്ഞതും നാറുന്നതും അഴുക്ക് പിടിച്ചതും ചെളി പിടിച്ചതും പുഴുവരിക്കുന്നതും എല്ലാം അതിനകത്തുണ്ടാകും. വരി വീണ പട്ടി, ചക്ക്, ചീഞ്ഞ്, അത് വ്രണമരിച്ചത്, പുഴുപിടിച്ചത്, ഇതെല്ലാം ഈ വേസ്റ്റിനകത്തുണ്ടാകും. നമ്മുടെ മൈൻഡിനകത്ത് വരുന്ന ചിന്തകൾ എന്താണ്? അത് നമ്മളെ യോഗ്യതയുള്ളവരാക്കുന്നുണ്ടോ അതോ അശുദ്ധിയിലേക്ക്, അശുദ്ധിയുടെ പ്രമാണത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകളാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നല്ലതിനെ കയറ്റിവിടുക. അല്ലാത്തതിന് ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് നിനക്ക് പോകാൻ പറ്റില്ല, പൊക്കോ പിശാചേ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോ വാക്കുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സൂചനയാണ്. ഇല്ലാതെ നമ്മൾ എല്ലാ അന്യഭാഷ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ സംഭവമല്ലേ, ഇവൻ നമ്മളെ കൊണ്ട് പോകും. ഇവൻ നമ്മളെ കൊണ്ട് പോകും. അപ്പോ നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലാത്തവരായി മാറല്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം ഭയങ്കര ചലനങ്ങൾ സംഭവിക്കണം. കാര്യങ്ങൾ ഉയർത്തി വീശി എല്ലാവരും സ്തോത്രം ചെയ്യാമോ? പോലെ നിങ്ങൾ എല്ലാവരും ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾ 12-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ആ, ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? ആ, ദുഷ്ടൻ തന്റെ വാക്കുകളാൽ തന്നെ കെണിയിലാകപ്പെടുന്നു. ഞാൻ പഴയ വേർഷനകത്തൊന്ന് വായിക്കാം. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അധരങ്ങളുടെ ലംഘനം, അധരങ്ങളുടെ ലംഘനം. ലംഘനം എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞു, അതിരുകളെ ലംഘിക്കുന്നതാണ്. പറയേണ്ട കാര്യങ്ങൾ അപ്പുറം, പറയേണ്ടതിനേക്കാൾ അപ്പുറം നമ്മൾ ലംഘിക്കുക, അതിനെ ലംഘിക്കുക. അപ്പോ ലംഘിക്കുക അധരങ്ങളെ. ഒന്നുകൂടെ ഒന്ന് വായിച്ച ആ ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? ശ്രദ്ധ വിട്ടു. 13-ാമത്തെ വാക്യം.
ദുഷ്ടൻ തന്റെ വാക്കുകളാൽ തന്നെ കെണിയിൽ എന്ത് ചെയ്യുന്നു? അകപ്പെടുന്നു. നീതിമാൻ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ദുഷ്ടൻ തന്റെ വാക്കുകളുടെ കെണിയിൽ തന്നെത്താൻ പെടുകയെ, താൻ പറഞ്ഞ വാക്കുകൾക്കകത്ത് താൻ പെട്ടുപോകുകയും. അതുകൊണ്ടാണ് ഈ ശാപമാണെങ്കിലും നമ്മളെ ദൈവം വിട്ടിട്ടുണ്ട്, നമ്മൾക്ക് പെർമിഷൻ ഉള്ളത് നിങ്ങൾക്ക് അനുഗ്രഹിക്കാം, എല്ലാവരെയും അനുഗ്രഹിക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ശപിക്കാനായിട്ട് പ്രമാണമില്ല. ശപിക്കാൻ അത് സ്വന്തം ജീവിതത്തെ നോക്കിയാണെങ്കിൽ ഒരു ശാപവാക്ക് പറഞ്ഞാൽ അത് കെട്ടിയത് കെട്ടാണ്. ഞാൻ പറഞ്ഞാലും ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി ഇനി രക്ഷപ്പെടത്തില്ല, എക്സാമ്പിൾ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ അത് കെട്ടാണ്. ആര് കെട്ടി? പിശാചി കെട്ടിയതല്ല, ഞാൻ കെട്ടി. ദുഷ്ടൻ തന്റെ വാക്കുകളുടെ കെണിയിൽ എന്ത് ചെയ്തു? തന്നെ കെണിയിലാകപ്പെടുന്നു. അപ്പൊ നമ്മൾ പറയേണ്ടാത്ത ഒരു കാര്യം, ഈ റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആകാം. സിറ്റുവേഷൻ ഭയങ്കര മോശമായിരിക്കും. നമ്മളെ കൊണ്ട് ഭയങ്കരമായിട്ട് ടെൻറ്റ് പിടിപ്പിക്കുക, ടെംപ്റ്റേഷൻ കൊണ്ടുവരിക. നമ്മുടെ സാഹചര്യം വളരെ മോശമായിരിക്കും. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് വന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് വന്നെങ്കിൽ, അത് ബോധം വരുമ്പോൾ, ആ ചൂട് നാറുമ്പോൾ, കർത്താവേ അയ്യോ തെറ്റിപ്പോയി, എന്റെ വായിൽ നിന്ന് ഞാൻ അരുതാത്തത് പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ. എത്രയോ തലമുറകൾ, എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യക്തിപരമായി അവർ കെട്ടിയ കെട്ടുകളാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്ന ശാപത്തിന്റെ വാക്കുകളാണ്. അപ്പൊ പെന്തിക്കോസിൽ വന്നതുകൊണ്ട് ശാപം പോയി എന്നൊന്നും ചിന്തിക്കരുത്. അത് പോകും. അതിനെ വിഷയത്തെ കണ്ട് എടുത്ത് കർത്താവ് ഇന്ന വിഷയമുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ പരിഹരിക്കണം. ആ വിഷയത്തെ പരിഹരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന സമയത്തിന് മുമ്പിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ആരെങ്കിലും ഞാനൊരു ഹീലിംഗ് സെഷൻ പോലെ ഞാനൊരു 10 മിനിറ്റ് എടുക്കുവാണ്. 12 മണിക്ക് അവസരം കൊടുക്കണമെന്ന് വെച്ചിട്ട് കാര്യമില്ല. 2 മിനിറ്റ് പോലെ ഇത്രയും വന്നു ഇതിന് മുമ്പിലേക്ക് പോകാൻ സമയമില്ല. എല്ലാവരും എന്നെ നോക്കിക്കേ, ഒന്ന് കാര്യങ്ങളെ ഉയർത്തുന്ന സ്വന്തം ചെയ്തേ. അപ്പൊ നമ്മുടെ തന്നെ വാക്കുകൾ നമുക്ക് കെണിയായി തോന്നണം. എൻ്റെ ഏതെങ്കിലും വാക്കുകൾ എനിക്ക് വ്യക്തിപരമായിട്ടോ എൻ്റെ കുടുംബത്തിനകത്തോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ ഒരു പ്രയാസത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും അതിന് പിന്നിലെ റീസൺ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു നമ്മളങ്ങ് മാറുന്നു. നമ്മൾ കർത്താവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെ വന്നുപോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിശാച് വിടത്തില്ല. പിശാച് ഞാൻ പറഞ്ഞു കേട്ടു, പിശാചിന് ഭയങ്കര ശക്തി അതല്ല, അവൻ നാണമില്ലാത്ത, അവൻ നാണമില്ല. അവൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. ദൈവം പറയാം അവനെ വിടാൻ പറയുമ്പോൾ പിശാച് പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം കൊണ്ട് ഇവന്റെ വാക്ക് കൊണ്ട് ഇവനെ കെട്ടിയിരിക്കുന്നു. തെളിവിതാണ്. ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്കെതിരെയും നമ്മുടെ കുടുംബത്തിനെതിരെയും നമ്മുടെ തലമുറകൾക്കെതിരെയും നമ്മുടെ സാമ്പത്തിക നന്മകൾക്കെതിരെയും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം ഒരു വിഷയം പ്രാർത്ഥിച്ചു. കർത്താവേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന വാക്കുകളാണ് എൻ്റെ കൂടപ്പുറപ്പിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്തും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവെ അതൊരു തടസ്സമായി കിടപ്പുണ്ടെങ്കിൽ കർത്താവെ അതിനെ മാറ്റി തരണമേ. പിശാച് എൻ്റെ മേൽ അവകാശം പറയരുതേ.
അവിടുത്തെ തിരുനിറത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ശബ്ദം ഉയർത്തി നിങ്ങളുടെ വാക്ക് അന്തരീക്ഷത്തിൽ കേൾക്കണം. അന്തരീക്ഷത്തിൽ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സാത്താന്യ മണ്ഡലങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലാ പറയുന്നതെന്ന് വരികിൽ പിശാചിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൂടെ ഇരിക്കുന്നവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരുന്നാൽ അതിന് നഷ്ടം നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഇതിനകത്തൊന്നും നാണക്കേട് വിചാരിക്കുകയും വേണ്ട. എൻ്റെ ഏതെങ്കിലും വാക്കുകൾ, എൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തികൾ കർത്താവേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ അനുഗ്രഹത്തിന്, എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി തീരുന്നെങ്കിൽ അങ്ങോട്ട് ഞങ്ങളോട് ഒരു നിമിഷം ദിവസം എഴുന്നേറ്റിരിക്കണം. Healing rain is falling down. Healing rain. എല്ലാവരും എഴുന്നേറ്റിരിക്കണം. ഒരു നിമിഷം പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ വേറെ ഒരു ഗുണവുമില്ല. നിങ്ങൾ ദൈവസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനും ദൈവസഭയിൽ എഴുതുന്ന തീരുമാനം വിശാലി കേൾക്കാനും. അരിഞ്ഞ പുറത്ത് പെയ്യുന്ന മഴ പോലെ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എവിടെ പ്രതീക്ഷയില്ലാതിരിക്കുന്നു, എവിടെ നിങ്ങൾ ഉയർത്തത്തില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുന്നു, ആ മേഖലകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ഒരു വലിയ വിടുതൽ ദിവസമായി മാറുകയാണ്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി എല്ലാവരും വ്യക്തിപരമായി കർത്താവിനെ പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ഏതെങ്കിലും വാക്കുകൾ എൻ്റെ ചിന്തകൾക്കകത്ത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് എന്നെ കുടുക്കി അകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി തീർന്നിട്ടുണ്ടെങ്കിൽ യേശുവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പിശാച് ഒരുക്കിയിട്ട് അവൻ ഒരുക്കിയതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കൊടുക്കൽ വാതിലുകൾ, എൻ്റെ പ്രവർത്തികൾ എനിക്കെതിരെ കുടുക്കായി പോയിട്ടുണ്ടെങ്കിൽ, ഉയരുവാൻ തടസ്സമായി ആ വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് കടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് മനഃപൂർവമായി ക്ഷമിക്കണമേ. മനഃപൂർവമായി നിങ്ങളോട് ക്ഷമിക്കണമേ. ആരോടൊക്കെയോ എനിക്കറിയത്തില്ല, ആരോടൊക്കെയോ വയറ്റിൽ നിന്ന് പറയുന്ന വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. വയറ്റിൽ നിന്ന് ഒരു ദുഷ്ടമണ്ഡലം നീ അത് പറയരുത് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നത് പോലെ, ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്ന ആ ഒരു തലം ഞാൻ ആത്മാവിൽ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ വാ തുറന്ന് കർത്താവിനോട് പറ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവർത്തികളോ എൻ്റെ കൊടുക്കൽ വാതിലുകളോ കർത്താവേ എനിക്ക് കുടുക്കായി പോയി ഞങ്ങളോട് ക്ഷമിക്കണം. ദുഷ്ടൻ്റെതായ പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. കർത്താവേ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവൃത്തികളോ എൻ്റെ കൊടുക്കൽ വാതിലുകളോ എൻ്റെ കുടുംബത്തിന് തടസ്സമായി തീർന്നെങ്കിൽ, അനുഗ്രഹത്തിന്, ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി കിടക്കുന്നെങ്കിൽ, ഞങ്ങളുടെ സഭയ്ക്ക് തടസ്സമായി കിടക്കുന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ദുഷ്ടനായ പിശാച് ഞങ്ങൾക്കെതിരെ വാദിച്ച് നിൽക്കുവാൻ അനുവദിക്കാതെ വേണം ഞങ്ങളുടെ ജീവിതത്തിലെ അവിവേകങ്ങളെ ക്ഷമിച്ചു തരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യേശുവേ, ഞങ്ങളുടെ വാക്കുകളോ ഞങ്ങളുടെ പ്രവൃത്തികളോ
ഞങ്ങളുടെ കൊടുക്കലും വാങ്ങലുകളോ ഞങ്ങളുടെ നിരൂപണങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തടസ്സമായി തീർന്നെങ്കിൽ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് വിരോധമായി തീർന്നെങ്കിൽ, ഞങ്ങളുടെ ബന്ധക്കാർക്ക് വിരോധമായി തീർന്നെങ്കിൽ, അത് നിമിത്തം പിശാച് ഞങ്ങൾക്കെതിരെ വാദിക്കാതെ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇനി അങ്ങനെ ഉണ്ടാവില്ലപ്പാ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. അവസാനമായി യേശുവേ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നിരൂപണങ്ങൾ, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഞങ്ങളുടെ സംഭാഷണങ്ങൾ ദൈവസഭയ്ക്കോ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കോ ഉയർച്ചയ്ക്ക് വിരോധമായി കാരണമാക്കി ശത്രുവായവൻ കയ്യിലെടുക്കുന്നെങ്കിൽ, ഇന്ന് പകലിൽ ഞങ്ങൾ അവിടുത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയാ ഞങ്ങൾ ഏക ഹൃദയമുള്ളവരോ പോലെ, ഞങ്ങൾ ഏക മനസ്സോടെ, ഞങ്ങൾ ഏക അഭിപ്രായത്തോടെ ദൈവസഭയുടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയെ, ദൈവത്തിന്റെ അഭിഷിക്തരെ, കുടുംബത്തെ, അഭിഷിക്തന്മാരെ, കുടുംബങ്ങളെ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, മക്കളും എല്ലാവരുടെ മേലും അവിടുത്തെ സർവായുധ വർഗം വെളിപ്പെടട്ടെ. രക്ഷണ ശിരസ്ത്രം അവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവം വചനമെന്ന ആത്മാവിന്റെ വാൾ അവരുടെ മേൽ വെളിപ്പെടട്ടെ. നീതിയുടെ കവചം അവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവം നീതീകരിച്ചതിനെ കുറ്റം വിരിക്കാവുന്നവനാര്? കർത്താവേ, വിശ്വാസമെന്ന പരിച അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. സത്യം അവരുടെ അരയ്ക്ക് ഉണ്ടാകട്ടെ. സത്യസുവിശേഷത്തിന് ഒരുക്കമാകുന്ന ചെരുപ്പ് അവരുടെ കാലിൽ ഉണ്ടാകട്ടെ. അവരുടെ നാമത്തിൽ ജനത്തെ ഒരിക്കൽ കൂടി അവരുടെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ദിവസം താണ്ടിരിക്കാം. ഇപ്പോൾ സാക്ഷി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വേഗത്തിൽ എന്നിട്ട് സാക്ഷി പറയും. അതുപോലെ പ്രീതി ആൻറ്റി ഒരു പ്രാർത്ഥന വിഷയവും ഷെയർ ചെയ്യും. ആ വിഷയത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും.